എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മാവ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവർ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൻ വീഡിയോനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അളവിലാണ് ഞാൻ ഇവിടെ പച്ചരി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് അളവിലില്ല, 1/2 കപ്പിനേക്കാളും കുറച്ച് അളവിൽ ഞാൻ ഇവിടെ ഉഴുന്നെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ്. ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പലർക്കും നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരി കൊണ്ടൊക്കെ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവർ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ അരി ഉഴുന്ന് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് കുതിർക്കായിടണം. അപ്പോൾ നമ്മൾ എപ്പോഴും കുതിർക്കാനൊക്കെ ഇടുന്ന പുറത്തെ വെച്ചല്ലേ, ഇന്നങ്ങനെയല്ല, നമ്മൾ ഫ്രീസറിൽ വെച്ചാണ് നമ്മൾ അരി കുതിർത്തെടുക്കുന്നത്. കാരണം നമ്മളിത് ഗ്രൈൻഡറിലല്ല അരച്ചെടുക്കുന്നത്, മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസറിൽ വെച്ച ശേഷം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ അരി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു അടിയിലൊരു പാത്രമോ ഇതുപോലത്തെ ഇത് എന്തെങ്കിലും പോണിയോ എന്തെങ്കിലും വച്ച ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഐസ് നമുക്ക് കട്ട പിടിക്കും, വെള്ളം അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3.5 മണിക്കൂറായപ്പം അരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ആ വെള്ളം. നമ്മളിത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാവൊന്നും വെന്ത് പോവാതെ തന്നെ നല്ലതായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു അരി നമുക്കിതുപോലെ കോരിയിട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിക്കാണ് ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നത്. ഇനി അടുത്ത് ഞാൻ ഇതുപോലെ ബാക്കിയിരിക്കുന്ന അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് അളവിൽ അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത മാവ് ഞാൻ ഇവിടെ ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിനെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ തവി കൊണ്ട് ഇളക്കാതെ ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ നല്ല കൈകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ കലക്കിയെടുക്കണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് മാവ് പൊന്തി വരും. അതിനുശേഷം നമ്മളിത് ഞാൻ ഇവിടെ തലേദിവസം രാത്രിയാണ് അരച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ അരച്ച് വെച്ച ശേഷം ഒരു 4-5 മണിക്കൂറായിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അത് ആ മാവ് രാവിലെ എണീറ്റപ്പോൾ കുറേയൊക്കെ പൊങ്ങി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ഇപ്പോൾ അതാ കണ്ടോ, മാവ് ഓരോ സമയം ചെല്ലും തോറും നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാത്രത്തിൽ അരച്ച് വയ്ക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ തന്നെ അരച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവെല്ലാം പൊങ്ങിപ്പോവും. ഇവിടെ എനിക്ക് കുറേ അത് പോയി കളഞ്ഞ്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കലക്കി വയ്ക്കും തോറും മാവ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അത്ര നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കണത് നല്ലതുപോലെ പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയ ശേഷം ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ മാവ് നല്ലതുപോലെ കലക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലതുപോലെ തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷം മാത്രമേ നമ്മൾ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാവ് നല്ലതുപോലെ ഇഡ്ഡലി പൊങ്ങി നല്ല ഗുണ്ടുമണി ഇഡ്ഡലി പോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതിലും മാവൊന്ന് നിറയെ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ തീ കൂട്ടി വെച്ചാണ് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ.
അങ്ങനെ നല്ല സ്വാദിഷ്ടം, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഗുണ്ടുമണി ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ചൂടാറിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇളക്കിയെടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവർ ഇതുപോലെ മാവരച്ചൊന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ദോശയും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ദോശ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ദോശക്കല്ലൊന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പം കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ നല്ലതുപോലെ പരത്തി നൈസായിട്ട് ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേർഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ.